ഹലോ ഡിയേഴ്സ്, ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ സിറ്റുവേഷൻ ആണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾ എപ്പോഴാണ് ഈ വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസൊനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസ് ആവാം ഇവിടെ വരുന്നത്. നിങ്ങൾക്ക് റെസൊനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ട് കളയുക. ജനറൽ റീഡിംഗ് കണ്ടതിന് ശേഷം ലൈഫിൽ ആരും ഒരു ഡിസിഷൻ എടുക്കാതെ ഇരിക്കുക. നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ എനർജിയാണ് ചെക്ക് ചെയ്യുന്നത്. ഇവിടെ നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ എനർജി നോക്കുമ്പോൾ നിങ്ങളുടെ വ്യക്തി ഒരുപാട് കാലമായിട്ട് എന്തോ ഒരു കാര്യത്തിനായിട്ട് ഒരുപാട് പ്രതീക്ഷയോടുകൂടി നിന്നിട്ടുണ്ടായിരിക്കും. അത് ചിലപ്പോൾ അവരുടെ കരിയർ സംബന്ധമായിട്ടുള്ളതായിരിക്കാം, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിന്റെ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. ആ ഒരു വ്യക്തി ഒരുപാട് കാലമായിട്ട് വെയിറ്റ് ചെയ്തു, പക്ഷെ അതിനൊരു റിസൾട്ട് കിട്ടിയതായിട്ടാണ് എനിക്കിവിടെ കാണപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആള് വളരെയധികം ഹാപ്പിയാണ്. അപ്പം ഇപ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ് ആളുടെ ലൈഫിൽ എന്നാണ് കാണുന്നത്. മേ ബി ആ ഒരു വ്യക്തിക്ക് അവർ ആഗ്രഹിച്ചതുപോലെ ഒരു ജോലി സെറ്റ് ആയിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവർ ആഗ്രഹിച്ചതുപോലെ ഒരു പെർഫെക്റ്റ് പാർട്ട്ണറെ ആ ഒരു വ്യക്തിക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ ലൈഫ് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ടായിരിക്കാം സന്തോഷപൂർണ്ണമായിട്ട്. അപ്പം ആ ഒരു എനർജിയാണ് എനിക്ക് ഇവിടെ കിട്ടുന്നത്. ആ ഒരു വ്യക്തി വളരെ കാലമായിട്ട് വെയിറ്റ് ചെയ്യുകയായിരുന്നു, പക്ഷെ ആ ഒരു വ്യക്തിക്ക് ഒരു ഹോപ്പ് ഇല്ലായിരുന്നു. പക്ഷെ ആ ഒരു ആഗ്രഹം പൂർത്തീകരിച്ചതാണ് കാണാൻ സാധിക്കുന്നത്. എന്താഗ്രഹമാണ് നിങ്ങളുടെ വ്യക്തിയുടെ പൂർത്തീകരിച്ചത്? ഇവിടെ ആളുടെ ലൈഫിൽ ഒരു ജസ്റ്റിസ് വന്നതായിട്ടാണ് കാണപ്പെടുന്നത്. അപ്പം ആളുടെ ലൈഫിൽ എന്തോ ഒരു വലിയൊരു ബിഗ് ചേഞ്ച് വന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. മേ ബി അവരുടെ ലൈഫിൽ ഇപ്പോൾ നടക്കുന്ന ഒരു ഹീലിംഗ് ആയിരിക്കാം. മേ ബി ഒരുപാട് കഷ്ടതകളിൽ കൂടി ആയിരിക്കാം ഈ ഒരു വ്യക്തി ഇത്രയും കാലം കടന്നു വന്നത്. അപ്പം ഒരു ജസ്റ്റിസ് നടന്നതായിട്ടാണ് കാണുന്നത്. അപ്പം ഇത് യൂണിവേഴ്സായിട്ട് കൊണ്ടുവന്ന ഒരു ജസ്റ്റിസ് ആയിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പം ആ ഒരു വ്യക്തി ഒരുപാട് സങ്കടങ്ങളിലൂടെ ആയിരുന്നു ഇത്രയും നാൾ കടന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പം അതിലൊരു ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായതായിട്ടാണ് കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ആ ഒരു വ്യക്തി ഇപ്പോൾ വളരെയധികം സന്തോഷത്തിലുള്ളത്. എന്തായാലും ഇപ്പോൾ ആളുടെ ലൈഫിൽ ഒരു ഹീലിംഗ് എനർജിയാണ്. അപ്പം ആളുടെ സോളിനെ ഹീലാക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു പുതിയ എനർജിയാണ്. മേ ബി എന്തെങ്കിലും ഈ ഒരു വ്യക്തിയായിട്ട് ഒരു ജസ്റ്റിസ് നടപ്പാക്കിയതായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു ജസ്റ്റിസ് നടന്നതായിരിക്കും. ഇവിടെ നമുക്ക് 5 ഓഫ് കപ്സ് കിട്ടിയത് കൊണ്ട് തന്നെ ഇത് റിലേഷൻഷിപ്പ് പ്രോബ്ലം ആയിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. കപ്സ് എന്ന് പറഞ്ഞാൽ ഇമോഷൻസിന്റെ ആണ് കാണിക്കുന്നത്. അപ്പൊ ആളുടെ ലൈഫിൽ ആൾക്ക് പ്രിയപ്പെട്ട എന്തോ ഒരു കാര്യം നഷ്ടമായിട്ടുണ്ട്. അപ്പം ആ ഒരു കാര്യം നഷ്ടമായതിനെ തുടർന്ന് ആ ഒരു വ്യക്തിക്ക് ഒരു ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അപ്പം വളരെയധികം ആ ഒരു ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷൻ ഉള്ളത് കൊണ്ട് തന്നെ ആളുടെ ലൈഫ് വളരെയധികം കഷ്ടപ്പെട്ടാണ് ആ ഒരു വ്യക്തി മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. എന്തായാലും ആ ഒരു വ്യക്തി മനഃപൂർവ്വം നഷ്ടമാക്കിയ ഒരു കാര്യം, അത് മേ ബി ഈ ഒരു വ്യക്തിയായിട്ട് തന്നെ മനഃപൂർവ്വം നഷ്ടമാക്കിയ ഒരു കാര്യമായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോഴാണ് ആ ഒരു വ്യക്തിക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത രീതിയിൽ ഒരുപാട് സ്ട്രഗിൾസ് ആ ഒരു വ്യക്തിയുടെ ലൈഫിൽ വന്നേക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് സ്ട്രഗിൾസ് ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു വ്യക്തി ആ പോയ സാഹചര്യം ആ ഒരു വ്യക്തിക്ക് നഷ്ടമാക്കി കളഞ്ഞിട്ട് ആ ഒരു വ്യക്തി പോയ സാഹചര്യം എന്തായ ഒരു സിറ്റുവേഷൻ ആണ് കാണുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ജസ്റ്റിസ് ഇവിടെ നടന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക. അത് മേ ബി നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിലായിരിക്കാം ഈ ഒരു വ്യക്തി മൂവ് ഓൺ ചെയ്തത്, അല്ലെ നിങ്ങളെ മനഃപൂർവ്വം നഷ്ടമാക്കിയത്. അപ്പം നിങ്ങളെ നഷ്ടമാക്കി നേടിയ ലൈഫ്, അല്ലെ ആ ഒരു വ്യക്തി മൂവ് ഓൺ ചെയ്ത ആ ഒരു ലൈഫ് സൈക്കിൾ ആ ഒരു വ്യക്തിക്ക് ഒരുപാട് സ്ട്രഗിൾസ് ആണ് ഇത്രയും നാൾ ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ ഒരുപാട് ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷൻ ആണ് ഉണ്ടാക്കിയത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തിക്ക് സ്ട്രഗിൾ നേരിടാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ആ ഒരു വ്യക്തി
ആ ഒരു സാഹചര്യത്തെ എൻഡ് ആക്കിയതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു വ്യക്തിക്ക് ഹാർട്ട് അറ്റാക്ക് സിറ്റുവേഷൻ. അപ്പം ആള് ഇപ്പോൾ വളരെയധികം ഹാപ്പിയാണ്. മേ ബി ആ ഒരു വ്യക്തി ആ ഒരു എന്താണ് ആ ഒരു വ്യക്തി ചെയ്യുന്ന തെറ്റുകൾ അല്ലെങ്കിൽ ആ ഒരു വ്യക്തി പ്രവർത്തിച്ചിരുന്ന സാഹചര്യങ്ങൾ തെറ്റാണെന്ന് മനസ്സിലാക്കി പിന്മാറിയതായിരിക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ആയിരിക്കാം അവരുടെ ലൈഫിൽ ഒരു ജസ്റ്റിസ് നടന്നത്. അപ്പം എന്തായാലും ആ പാസ്റ്റിൽ ആ ഒരു വ്യക്തിക്ക് നേരിട്ട ആ ഒരു ഡിസപ്പോയിന്റ്മെന്റ് എനർജി അല്ലെങ്കിൽ ഒരു ആ ഒരു വ്യക്തിക്ക് ഉണ്ടായ നഷ്ടം ആ ഒരു വ്യക്തി ഹീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സമയം. അപ്പം അതാണ് കാണുന്നത്. എന്തായാലും ഇപ്പോൾ ആളുടെ ലൈഫിൽ ഞാൻ ആദ്യമേ നിങ്ങളോട് പറഞ്ഞല്ലോ, ഈ ഒരു വ്യക്തി നല്ല ഹാപ്പിയാണെന്ന്. അപ്പം അത് മേ ബി ഈ ഒരു വ്യക്തിയുടെ ആഗ്രഹം പൂർത്തിയായത് ഒരു പെർഫെക്റ്റ് പാർട്ട്ണറെ ആ ഒരു വ്യക്തിക്ക് കിട്ടിയതായിരിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ കരിയർ സെറ്റ് ആയതായിരിക്കാം. അപ്പം മേ ബി ഇത് ഒരു റിലേഷൻഷിപ്പ് റീഡിങ് തന്നെയാണെന്നാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു വ്യക്തി ഇപ്പോൾ ഹാപ്പി ആയത് മേ ബി അത് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിലായിരിക്കും. നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഈ ഒരു വ്യക്തി ഇപ്പോൾ ഹാപ്പിയാണ്. നേരത്തെ അവരുടെ ലൈഫിൽ ഒരുപാട് പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ആ ഒരു വ്യക്തി ഒരുപാട് സ്ട്രഗിൾ ചെയ്ത സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം എന്തായ ഒരു അവസ്ഥയാണ്. ഇപ്പോൾ ആളുടെ ലൈഫിൽ ഒരു പുതിയ ലൈഫ് സൈക്കിളാണ് ബിഗിൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആളിപ്പോൾ ഒരു 9 ഓഫ് കപ്സിന്റെ എനർജിയാണ്. അവരുടെ ആഗ്രഹം പൂർത്തിയായിരിക്കുന്ന ഒരു എനർജിയാണ് കേട്ടോ. അപ്പം ആളിപ്പോൾ ഒരു ഡിസപ്പോയിന്റ്മെന്റ് എനർജിയിലാണെങ്കിലും ആളുടെ ലൈഫിൽ എന്തോ ഒരു കാര്യം നേടിയതായിട്ടാണ് കാണുന്നത്. ഇവിടെ ആ ഒരു ലൈഫ് സൈക്കിൾ എൻഡ് ആയതുകൊണ്ട് തന്നെ അവരുടെ ലൈഫിലെ ആ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻസ് എൻഡ് ആയതുകൊണ്ട് തന്നെ അവരുടെ ലൈഫിൽ ഒരു പുതിയ എനർജിയാണ് ഇപ്പോൾ. ആൾക്ക് തന്നെ എല്ലാ കാര്യത്തിലും ഇപ്പോൾ ഒരു ക്ലാരിറ്റി ഉണ്ട്, കൺഫ്യൂഷൻ ഒന്നുമില്ല. ആളിപ്പോൾ നല്ല രീതിയിൽ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ ഇമോഷൻസിനെ എല്ലാം ആ ഒരു വ്യക്തി കൺട്രോൾ ചെയ്ത് വെക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇവിടെ ചിലവരുടെ കേസിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് തിരികെ വന്നിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു തിരികെ വരുന്ന എനർജിയാണ്. മേ ബി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഓഫർ ഇതിനോടകം ചിലപ്പോൾ കിട്ടിയിരിക്കാം, അല്ലെങ്കിൽ കിട്ടുമായിരിക്കാം. ആ ഒരു എനർജിയാണ്. എന്തായാലും ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നു. അത് മേ ബി ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഓഫർ തന്നിട്ടായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം. എന്തായാലും നിങ്ങളെ വിളിക്കണം, കോണ്ടാക്ട് ചെയ്യണം, റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് പോകണം എന്ന് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നു. കാരണം അവരുടെ കറണ്ട് എനർജിയിൽ ആൾ വളരെയധികം ഹാപ്പിയാണ്. ഇപ്പൊ ആളുടെ ലൈഫിൽ ഒരു സ്ട്രഗിൾസും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പം ഇത്രയും നാള് ആ ഒരു വ്യക്തി ഇതുവരെ വന്നിരുന്ന ആ ഒരു സാഹചര്യങ്ങൾ, കഷ്ടത അനുഭവിച്ച ആ ഒരു സാഹചര്യങ്ങൾ എന്തായ ഒരു സിറ്റുവേഷൻ ആണ് കാണുന്നത്. മേ ബി ഈ ഒരു വ്യക്തിയുടെ ഒരു കോണ്ടാക്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇവിടെ നിങ്ങൾ ഒരുപാട് മാനിഫെസ്റ്റേഷൻ ചെയ്തിട്ടുണ്ടായിരിക്കാം ഈ ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട്. അപ്പം ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള ജീവിതത്തെ പറ്റി നിങ്ങൾ ഒരുപാട് സ്വപ്നം കണ്ടിട്ടുണ്ടായിരിക്കാം, ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പം ആ ഒരു ആഗ്രഹമാണ് പൂർത്തീകരിക്കാനായിട്ട് പോകുന്നത്. അപ്പം ഈ ഒരു വ്യക്തി നിങ്ങളുടെ അടുക്കെ തിരികെ വരുന്നതാണ്. ആ ഒരു എനർജിയാണ് ഇവിടെ കിട്ടുന്നത്. അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി നിങ്ങളുടെ അടുക്കിലേക്ക് തിരികെ വരാനായിട്ട് അതിയായിട്ട് ആഗ്രഹിക്കുന്നു. ഇപ്പൊ ആള് കിങ് ഓഫ് കപ്സിന്റെ എനർജിയാണ്. ആളുടെ ഇമോഷൻസിനെ ആ ഒരു വ്യക്തിക്ക് കൺട്രോൾ ചെയ്ത് വെക്കാൻ, അല്ലെങ്കിൽ ഇമോഷൻസിനെ ബാലൻസ് ചെയ്ത് വെക്കാനായിട്ട് ഇപ്പോൾ ആ ഒരു വ്യക്തി പഠിച്ചിരിക്കുകയാണ്. അപ്പം തന്റെ റെസ്പോൺസിബിലിറ്റിയെ പറ്റിയിട്ടും കുടുംബത്തെ പറ്റിയിട്ടും എല്ലാം ആ ഒരു വ്യക്തി വളരെ നല്ല രീതിയിൽ ഓർക്കുന്നുണ്ട്. അപ്പം ആ ഒരു കടമകളെല്ലാം നിർവഹിക്കാനായിട്ട് ആ ഒരു പേഴ്സൺ ഇപ്പോൾ തയ്യാറെടുത്തിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളെന്നുള്ള വ്യക്തിയെ ആ ഒരു വ്യക്തി വിട്ടുകളയാനായിട്ട് ഒരുക്കമല്ല എന്നുള്ളതാണ് കാണുന്നത്. നിങ്ങളെ നഷ്ടപ്പെടുത്തുമോ എന്നുള്ള ഒരു ഭയവും ആ ഒരു വ്യക്തിക്കുള്ളതായിട്ട് കാണുന്നു. അപ്പം ആ ഒരു വ്യക്തി എന്തായാലും നിങ്ങളെ വിട്ടിട്ട് പോകുന്ന ഒരു എനർജി അല്ല ഇത്. ആ ഒരു വ്യക്തിക്ക് നിങ്ങളെ വേണം. അപ്പം ആ ഒരു വ്യക്തി നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ്.
അല്ലെങ്കിൽ നിങ്ങളെ നഷ്ടമാകുമോ എന്നുള്ള ഭയത്താൽ ആ ഒരു വ്യക്തി നിങ്ങളെ മുറുകെ പിടിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് സാഹചര്യങ്ങളെയും മറികടന്ന് നിങ്ങളുടെ അരികിലേക്ക് ഓടിയെത്തണം എന്നുള്ള രീതിയിലാണ് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത്. ഇത് വളരെയധികം അതായത് ഒരു ക്വിക്കായിട്ടൊരു ഡിസിഷൻ എടുത്ത് മൂവ് ഓൺ ചെയ്യുന്ന ഒരു പേഴ്സന്റെ എനർജിയാണ് നൈറ്റ് ഓഫ് സോൾസ് എന്ന് പറയുന്നത്. അതായത് പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കുക, അതുമായിട്ട് മുന്നോട്ട് പോവുക, അങ്ങനത്തെ ഒരു പേഴ്സൺ ആണ്. മിക്കവാറും ഈ ഒരു പേഴ്സൺ ആഗ്രഹം എന്ന് പറയുന്നത് നിങ്ങളുടെ അരികിലേക്ക് തിരികെ വരാനാണ്. ചിലപ്പോൾ പെട്ടെന്നായിരിക്കാം ഈ ഒരു വ്യക്തി ഒരു ഡിസിഷൻ എടുത്ത് നിങ്ങളുടെ അരികിലേക്ക് ഒരു മിറാക്കിൾ പോലെ നിങ്ങളുടെ അരികിലേക്ക് വരാനായിട്ട് പോകുന്നത്. എന്തായാലും ഇതൊരു ക്വിക്ക് ആക്ഷൻ കാർഡാണ്. അതായത് പെട്ടെന്ന് ഒരു ഡിസിഷനിലേക്ക് എത്തിച്ചേർന്ന് ആ ഒരു ഡിസിഷനുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് നൈറ്റ് ഓഫ് സോർട്സ്. ഈ ഒരു വ്യക്തി തന്റെ റെസ്പോൺസിബിലിറ്റിയെ പറ്റി ഓർക്കുന്നു, അല്ലെ തന്റെ കുടുംബത്തെ പറ്റി ഓർക്കുന്നു, തന്റെ റെസ്പോൺസിബിലിറ്റിയെ പറ്റി ഓർക്കുന്നു. അപ്പൊ അതൊക്കെ കൊണ്ട് തന്നെ നിങ്ങളുടെ അരികിലേക്ക് വരണം എന്നുള്ളതാണ് ചിന്തിക്കുന്നത്. നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ള ഒരു അട്രാക്ഷൻ ഫീൽ ചെയ്യുകയാണ്. കാരണം ഡേ ആൻഡ് നൈറ്റ് നിങ്ങളെ പറ്റിയിട്ടുള്ള ജീവിതത്തിലെ സ്വപ്നം കാണലായിരിക്കാം ഈ ഒരു വ്യക്തി ചെയ്യുന്നത്. കാരണം ഈ ഒരു വ്യക്തി ഒരു ഡേ ഡ്രീമർ ആയിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഡേ ഡ്രീമിങ് എനർജിയിലായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു വ്യക്തി നിങ്ങളെ പറ്റിയിട്ടാണ് ഓർക്കുന്നത്. നിങ്ങളെ നഷ്ടപ്പെടുമോ എന്നുള്ള ഒരു ഭയത്താല് ആ ഒരു വ്യക്തി നിങ്ങളെ മുറുകെ പിടിക്കുന്ന ഒരു എനർജിയാണ്. ഇനി നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഫ്യൂച്ചർ നോക്കാം. ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഫ്യൂച്ചർ നോക്കിയപ്പോൾ വീൽ ഓഫ് ഫോർച്യൂൺ ആണ് കിട്ടിയിരിക്കുന്നത്. അതായത് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ചേഞ്ച് ആണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരാനായിട്ട് പോകുന്നത്. അപ്പം 8 ഓഫ് വാൻസിന്റെ എനർജിയും കിട്ടിയിട്ടുണ്ട്. അതായത് ഈ ഒരു റിലേഷൻഷിപ്പ് പഴയതിലും ശക്തമായി തന്നെ തിരികെ വരും എന്നുള്ള ഒരു എനർജിയാണ് 8 ഓഫ് വാൻസിന്റെ എനർജി. അതായത് ഇത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു എനർജിയാണ്. അപ്പം ഈ ഒരു എനർജി സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ചേഞ്ച് വരാൻ പോകുന്നു. അതിന്റെ കൂടെ നമുക്ക് വീൽ ഓഫ് ഫോർച്യൂണും കൂടി കിട്ടിയത് കൊണ്ട് തന്നെ ഇവിടെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ചേഞ്ച് ആണ് വരാനായിട്ട് പോകുന്നത്. ആ ഒരു ചേഞ്ച് എന്നാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഒരു സ്റ്റെബിലിറ്റി ആണ് വരാനായിട്ട് പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത ആ ഒരു കാര്യത്തിന് ഒരു റിസൾട്ട് ആണ് കിട്ടാനായിട്ട് പോകുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഒരു സ്റ്റെബിലിറ്റി, ഒരു കമ്മിറ്റ്മെന്റ്, നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള ഒരു പുതിയ ചാപ്റ്റർ, ഇതൊക്കെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പോസിറ്റീവ് ചേഞ്ച് വരാനായിട്ട് പോകുന്നു. അതാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ വ്യക്തിയുടെ സോൾ മെസ്സേജ് ഈ സ്റ്റാർ കാർഡാണ് കിട്ടിയിരിക്കുന്നത്, കണ്ടോ? അതായത് ഈ ഒരു വ്യക്തി പറയാൻ ആഗ്രഹിക്കുകയാണ്, എന്റെ സോൾ ഹീലാകുകയാണ്, എനിക്ക് സമയം ആവശ്യമാണ്. കാരണം ആ ഒരു വ്യക്തിയുടെ ലൈഫിൽ ഒരുപാട് പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഇതിനോടകം ഉണ്ടായിട്ടുണ്ട്. ആ ഒരു വ്യക്തി പുതിയ ഒരാളായി മാറുകയാണ്. അത് എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ കൂടെ സന്തോഷവും അതായത് ദീർഘകാല ഐക്യവും നിലനിൽക്കുന്ന ഒരു ബന്ധം നിങ്ങളിൽ നിന്ന് ആ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നു. സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു ജീവിതം. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഈ ഒരു വ്യക്തി തയ്യാറെടുക്കുകയാണ് എന്നാണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. മേ ബി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത വ്യക്തി ആയിരിക്കാം ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത്. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് ഇപ്പോൾ തിരികെ വരാൻ പോകുന്ന നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങളെ മൈൻഡ് ചെയ്യാതെ പോയ ഒരു വ്യക്തി ആയിരിക്കാം. അപ്പം ഈ ഒരു വ്യക്തി ഇപ്പോൾ നിങ്ങളെ നഷ്ടമാക്കിയതിൽ വളരെയധികം ഒരു വിഷമിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ്. നമുക്ക് നേരത്തെയും കിട്ടിയായിരുന്നു 5 ഓഫ് കപ്സിന്റെ എനർജി, ഡിസപ്പോയിന്റ്മെന്റ് എനർജി. അപ്പം മനഃപൂർവ്വം നഷ്ടമാക്കി കളഞ്ഞതിൽ ഈ ഒരു വ്യക്തി വളരെയധികം വിഷമിക്കുന്നതായിട്ട് കാണുന്നു. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഈ ഒരു വ്യക്തി നിങ്ങളുടെ അരികിലേക്ക് തിരികെ വരണമെന്ന് ആഗ്രഹിക്കുന്നതും നിങ്ങളുടെ റിലേഷൻഷിപ്പ് പഴയതിലും ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യാൻ ഇപ്പോൾ റെഡിയാണ്. അത് ആ ഒരു എനർജിയാണ്. അതായത് ഈ ഒരു റിലേഷൻഷിപ്പ് മേ ബി ഒരുപാട് തകർന്നു പോയ ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. അപ്പം അതിൽ വർക്ക് ചെയ്യണം, നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഒരു ഗ്രോത്ത് ഉണ്ടാക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഒരു ഹാപ്പി
ലൈഫ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യണം എന്നുള്ള രീതിയിലൊക്കെയാണ് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത്. അപ്പൊ നിങ്ങൾ മൊത്തം ഒരു ലോങ് ടേം കമ്മിറ്റ്മെന്റിന്, അതായത് വളരെ സ്ഥിരമായ അല്ലെങ്കിൽ സന്തോഷം നിറഞ്ഞ ഒരു ഭാവിയാണ് ഈ ഒരു പേഴ്സൺ നിങ്ങൾ മൊത്തം സ്വപ്നം കാണുന്നത്. യൂണിവേഴ്സിന്റെ ഗൈഡൻസും കൂടി നോക്കാം. ഇവിടെ നിങ്ങളുടെ എനർജി ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരുപാട് കാലമായിട്ട് ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആയിരുന്നു. അപ്പൊ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡിസിഷൻ എടുത്ത് മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു അവസ്ഥയായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ തന്നെ നിങ്ങൾ സ്റ്റക്കായിരുന്നു. നിങ്ങൾക്കൊരു ആക്ഷൻ എടുക്കാനോ ഒരു ഡിസിഷൻ എടുക്കാനോ മൈൻഡ് വളരെയധികം സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു മൈൻഡായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ ഈ മൈൻഡിന്റെ കൺഫ്യൂഷൻസ് ഒക്കെ ഒഴിവാക്കി മുന്നോട്ട് പോകും. മുന്നോട്ട് പോയാൽ നിങ്ങളുടെ ലൈഫിൽ ഒരു സക്സസ് ആണ് വരാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ നിങ്ങളെ വേദനിപ്പിച്ച പാസ്റ്റിന്റെ ആ ഒരു ചാപ്റ്ററിൽ നിന്ന്, നിങ്ങളുടെ ലൈഫിൽ ഒരു ചാപ്റ്റർ ഉണ്ടായിരിക്കുമല്ലോ പാസ്റ്റിന്റെ വേദനകൾ നൽകിയ ആ ഒരു ലൈഫ് സൈക്കിൾ. അപ്പൊ അതിൽ നിന്ന് നിങ്ങൾക്ക് ഇപ്പോഴും പാസ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് കരകയറാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു മെന്ററെ സമീപിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ ദുഃഖങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഏറ്റവും അടുത്ത ഒരു സുഹൃത്തിനെ സമീപിക്കാവുന്നതാണ്. അവരുടെ അഡ്വൈസ് സ്വീകരിക്കാവുന്നതാണ്. ചിലപ്പോൾ അവരുടെ അഡ്വൈസ് ആയിരിക്കാം നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു സമയം ഒരു കൗൺസിലിങ്ങിനോ മറ്റോ പോകാവുന്നതാണ്. നിങ്ങളുടെ പാസ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഹീലാകാൻ സാധിക്കുന്നില്ലെങ്കിൽ. അതാണ് യൂണിവേഴ്സ് പറയുന്നത്. എന്ത് ഗൈഡൻസ് ആണ് വ്യൂവേഴ്സിന് കൊടുക്കാനുള്ളത്? അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് ഉണ്ടെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ചിന്തകൾ തന്നെ നിങ്ങളെ ടോർച്ചർ ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഒരുപാട് നിങ്ങൾ തമ്മിൽ, നിങ്ങളുടെ പാർട്ണറും നിങ്ങൾ തമ്മിൽ എന്തെങ്കിലുമൊക്കെ ട്രസ്റ്റ് ഇഷ്യൂസ് അല്ലെങ്കിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ്, അല്ലെങ്കിൽ ഇത്രയും നാൾ നിങ്ങളുടെ പേഴ്സണിൽ നിന്നൊരു റെസ്പോൺസ് ഇതൊന്നും ഇല്ലാതെ ഇരിക്കുന്നത് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഒരുപാട് സ്ട്രെസ് ഉണ്ടാക്കുന്നുണ്ടായിരിക്കും. അപ്പൊ ആ ഒരു സ്ട്രെസ് തന്നെ നിങ്ങളെ എല്ലാ ഡേയ്സും നിങ്ങൾക്ക് വളരെയധികം സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഡേയ്സ് ആയിരിക്കാം. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ ഒരു ചിന്തകളിൽ നിന്ന് നിങ്ങൾ പുറത്തു വരണം എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പം ഇതെല്ലാം നിങ്ങളുടെ ചിന്തകളാണ്. നിങ്ങൾ തന്നെ നിങ്ങളുടെ കണ്ണും കൈയും എല്ലാം കെട്ടിവെച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പം ആ ഒരു അവസ്ഥയിൽ നിന്ന് പുറത്തു വരണം എന്നാണ് പറയുന്നത്. അപ്പം യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ഇത്രയും നാൾ കാത്തിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾ എത്രയും കാലം എന്തിനോ വേണ്ടിയിട്ടാണോ വെയിറ്റ് ചെയ്തിരുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിരുന്ന കാര്യം എന്താണ്, അതാണ് റിയാലിറ്റിയിലേക്ക് വരാനായിട്ട് പോകുന്നത്. അത് 6 ഓഫ് കപ്സിന്റെ എനർജിയാണ്. അപ്പം ഇവിടെ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു യൂണിയൻ ആണ് ഉണ്ടാവാനായിട്ട്. അപ്പൊ നിങ്ങളുടെ ഈ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ചേഞ്ച് വരില്ല എന്നുള്ളത് നിങ്ങൾ ഓർക്കുക. അതാണ് യൂണിവേഴ്സ് ഇപ്പോൾ തരുന്ന അഡ്വൈസ്. അപ്പം പോസിറ്റീവായിട്ട് ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങളുടെ പേഴ്സന്റെ ലൈഫിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ചേഞ്ച് ആണ് വന്നിരിക്കുന്നത്. ആളെന്തായാലും വളരെയധികം ഹാപ്പിയാണ്. ഇപ്പോൾ 9 ഓഫ് കപ്സിന്റെ എനർജിയാണ്. ഒന്നുകിൽ ആളുടെ ആഗ്രഹം പൂർത്തീകരിക്കുന്നതിന്റെ ആ ഒരു സന്തോഷത്തിൽ ഇരിക്കുകയായിരിക്കാം, അല്ലെങ്കിൽ എല്ലാം കഷ്ടകാലവും ഒഴിഞ്ഞു പോയല്ലോ എൻ്റെ ലൈഫിൽ നിന്ന്, ഇനി ഞാൻ ആഗ്രഹിച്ചതുപോലെ മുന്നോട്ട് പോകാനായിട്ട് എനിക്ക് സാധിക്കുമല്ലോ എന്ന ഒരു സാറ്റിസ്ഫാക്ഷനിലായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ ഇരിക്കുന്നത്. അല്ലെങ്കിൽ എന്തെങ്കിലും നേടിയിട്ടുണ്ടായിരിക്കാം. എന്തായാലും ആള് വളരെയധികം ഹാപ്പി. ആളുടെ സോളിനെ ഹീൽ ചെയ്യിക്കുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളും ഹീൽ ചെയ്യിക്കൂ. പാസ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് കരകയറാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾക്കൊരു ഏറ്റവും അടുത്തൊരു സുഹൃത്തിനെയോ ഒരു മെന്ററെയോ സമീപിക്കാവുന്നതാണ്. നിങ്ങൾക്കൊരു ലൈഫിലൊരു എന്താണ് ഒരു കൗൺസിലിംഗ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലൈഫിൽ ഒരു ഡിസിഷൻ എടുത്ത് മുന്നോട്ട് പോകാൻ, അല്ലെങ്കിൽ പാസ്റ്റിന്റെ വേദനകൾ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക.